നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിപ്പോൾ ഉടനെ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ കുറേ ഡൗട്ട് അടിച്ചിരുന്നു. പിന്നെ ഓർത്തു മേ ബി അതിനുള്ള സമയമായി കാണാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തോട്ട് വരുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ, വളരെ സീരിയസ് ആയിട്ടുള്ള ഈ വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത്. പാസ്റ്റ് ലൈഫ്, പൂർവജന്മം. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ പാസ്റ്റ് ലൈഫ്, പൂർവജന്മം എന്നൊക്കെ പറയുമ്പം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റ് ഈ സൊസൈറ്റിയിൽ നിന്ന് തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ പോലും അത് ഭയന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കാര്യങ്ങളെ ദ സെയിം ടൈം കോറിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ, ഇപ്പം ഒരു മേൽപ്പരപ്പിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങളെ കാണുന്നൊരു വ്യക്തിക്ക് ചിലപ്പോൾ ഇതൊന്നും മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഡെപ്തിലേക്ക് ഇറങ്ങും തോറും ലൈഫിൽ ഒരുപാട് ഏരിയാസിൽ നമ്മൾ അറിയാത്ത ഡയമെൻഷൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒന്നൊരു കോൺഫിഡൻസ് വരും. ദ സെയിം ടൈം ലൈഫ് വളരെ സിമ്പിളായിട്ട് തോന്നിക്കുകയും ചെയ്യും. സോ പാസ്റ്റ് ലൈഫിൽ പൂർവ്വജന്മം എന്നൊക്കെയുള്ളത് നമ്മളുടെ മുത്തശ്ശി കഥകളിലും അതേപോലെയുള്ള ചില സിനിമകളിലൊക്കെയാണ് പലരും കണ്ടേക്കുന്നതും കേട്ടേക്കുന്നതും. അതൊക്കെ നമ്മളൊരു ലാഘവത്തോടൊരു ഫാൻറ്റസി മോഡിലെടുത്ത് വിട്ടതല്ലാതെ ഇത് നമ്മുടെ ലൈഫുമായിട്ട് എന്തുമാത്രം കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങുന്ന, അതിൻ്റെ റിയൽ സെൻസിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പാസ്റ്റ് ലൈഫ്, പൂർവ്വജന്മം, നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പല ഇഷ്യൂസിൻ്റെയും റീസൺ എന്ന് പറയുന്നത് മുൻജന്മവുമായിട്ട് കണക്റ്റഡാണ്. ഇത് നമ്മളിപ്പോൾ പറയും, എന്താ പറയുന്നത്, ഇന്ന് ഈ ജന്മം നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത എന്തുമാത്രം പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കത് അനുഭവിക്കേണ്ടി വന്നത്? ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ച, എൻ്റെ ലൈഫിലുണ്ടായിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഞാൻ എന്നോട് ചോദിച്ച കാര്യമാണ്, ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടേണ്ട അർഹത എനിക്കില്ല ഈ ജന്മത്തിൽ, ബട്ട് സ്റ്റിൽ എനിക്ക് എന്തുകൊണ്ട് വന്നു? അപ്പോൾ അങ്ങനെ ഞാൻ ഡിഗ് ഔട്ട് ചെയ്ത് ഇറങ്ങി വന്നപ്പോഴാണ്, അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും, ഞാൻ നാഡി ജ്യോത്സ്യത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലോസ് സർക്കിളിൽ പല ഏരിയയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു റിസർച്ചിലേക്കൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്തും ഇതിൻ്റെ ഒരു സത്യസന്ധതയൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇന്ന് ഈ ജന്മം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയല്ല എന്നുള്ള ഒരു കിക്ക് കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വല്ലാത്തൊരു തരം ഒരു അനുഭവമായിരുന്നു. അതെ, നിങ്ങൾ ഈ ജന്മത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും നിങ്ങൾ ആദ്യമായിട്ട് കണ്ട വ്യക്തിയല്ല ഈ ജന്മത്തിൽ. നിങ്ങളും അവരും തമ്മിൽ ഓൾറെഡി ഏതൊക്കെയോ ജന്മത്തിൽ കണക്റ്റായവരാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ക്ലോസ് എനർജി സർക്കിളിലേക്ക് വരുന്ന ആൾക്കാർ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. ഒരു ഉദാഹരണം പറയാം. നമുക്ക് നമ്മുടെ പേരൻസ് അല്ലാതെ ചില അച്ഛനോടും അമ്മയോടും ഒക്കെ നമ്മൾ അച്ഛാന്നും അമ്മാന്നും ഒക്കെ അവരെ വിളിക്കാൻ നമുക്കൊരു താല്പര്യവും ഒരു ഇഷ്ടമൊക്കെ തോന്നത്തില്ലേ? ഇൻ ദ സെൻസ് അവരുമായിട്ട് നമുക്ക് നമ്മുടെ അച്ഛനോടും അമ്മയോടും തോന്നിക്കുന്ന അതേ ഇഷ്ടം തന്നെ നമുക്ക് അവരോടും തോന്നിക്കുന്നു. അത് നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയായിട്ടൊന്നും അല്ലാതെ തന്നെ. അങ്ങനെ ചില ആൾക്കാരോട്, ചില മുത്തശ്ശന്മാരോട്, ചില മുത്തശ്ശിമാരോട് പെട്ടെന്നുണ്ടാകുന്നൊരു കണക്ഷനാണ്. അതിന് ഒരുപാട് കാലങ്ങൾ കണ്ടൊന്നുമല്ല, പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നൊരു ഫീലാണ്. ചില വ്യക്തികളോട് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ഇടിച്ച് കയറി വരുന്നു. അവരോട് നിങ്ങൾക്ക്
നിങ്ങൾ പോലും, അതായത് വർഷങ്ങളായിട്ട് നിങ്ങൾ മിണ്ടിയ ആൾക്കാരേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മിണ്ടാൻ അവരോട് താല്പര്യം തോന്നുന്നു. അതിൽ തന്നെ ചില ആൾക്കാർ നമ്മൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തരുന്നു. നിങ്ങൾ ചിലപ്പോൾ അവരോട് ഫിസിക്കലി ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ഈ ജന്മം അവരുടെ അടുത്ത് പോയിട്ടുണ്ടാവില്ല, പക്ഷെ അവർ നിങ്ങളെ പേഴ്സണലി ആവശ്യമില്ലാതെ ഓരോ രീതിയിലും നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നു, അത് നെഗറ്റീവ്ലി. ഇതെല്ലാം പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നവരാണ്. അതെ, നിങ്ങളുടെ ക്ലോസ് എനർജി സർക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട്. അപ്പം നിങ്ങളും ഞാനും തമ്മിലൊരു കർമ്മയുണ്ട്. കാരണം 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ സ്പിരിച്വാലിറ്റി സംസാരിക്കുമ്പം സ്പിരിച്വാലിറ്റിയിലേക്ക് കമ്പാരിറ്റീവ്ലി ഒരു കഴിഞ്ഞ 4 വർഷത്തിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇൻവേഴ്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, കാര്യങ്ങളുടെ സത്ത മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ചില ആൾക്കാർ ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നു, എൻ്റെ വീഡിയോയുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന കുറച്ച് ആൾക്കാർ, ചിലർ നിങ്ങൾക്ക് കണക്ട് ചെയ്തേക്കുന്ന വേറെ വേറെ ട്രെയിനർമാരായിരിക്കാം. അപ്പോൾ ഇവരെല്ലാവരും തമ്മിൽ ഓരോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ചിലർ സദ്ഗുരുവിൻ്റെ ഫോളോവേഴ്സാണ്, ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ചിലർ ശ്രീ രവിശങ്കറിൻ്റെ ഫോളോവേഴ്സാണ്, ചിലർ മാതാമൃതാനന്ദമ്മയുടെ ഫോളോവേഴ്സാണ്. ഇതെല്ലാം ഒരു പാതയാണ് അല്ലേ? സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ റൂട്ട് കോസ്, ഒരു കോർ എന്ന് പറയും, ശ്രീയമ്മേൻ്റെ പാതയിൽ പോകുന്നത്. പക്ഷേ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളും ഞാനും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. അത് ഏത് ജന്മത്തിലാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ തോന്നിക്കുന്നതും വീണ്ടും വീണ്ടും ഞാനുമായിട്ടൊരു ചിലപ്പം നിങ്ങൾ വരുമ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിരിക്കാം വരുന്നത്, പക്ഷേ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിനകത്ത് ഒരുപാട് മീനിങ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടാവും, പക്ഷെ വായിക്കും, നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നേടാൻ നിങ്ങൾ എന്തിന് എന്നെ ചൂസ് ചെയ്യുന്നു, അല്ല ദൈവം എന്തിന് നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഞാൻ പറയുന്ന കാര്യം. അപ്പം നമ്മൾ തമ്മിലും ഏതൊക്കെയോ ജന്മത്തിൽ ഏതൊക്കെയോ കർമ്മങ്ങളുണ്ട്. അത് ചിലർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ കാണുമ്പോൾ ഡൈജസ്റ്റ് ആവത്തില്ല, മനസ്സിലാവുന്നുണ്ടോ? അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ പല പല ആംഗിളിലാണ് ഇപ്പം നമ്മുടെ കർമ്മയെ. അപ്പം ഞാനൊരു സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ്, നമ്മളെ തെറി വിളിക്കുന്നവർ, നമ്മളെ കുറ്റം പറയും, മോശമായിട്ട് സംസാരിക്കുന്നവർ ആക്ച്വലി നമ്മുടെ നെഗറ്റീവ് കർമ്മം എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. ചിലർ നമ്മൾ അറിയുന്നുണ്ട്, ചിലർ നമ്മൾ അറിയുന്നില്ല. നമ്മൾ നെഗറ്റീവ് കർമ്മം എടുത്തുകൊണ്ട് അവർ പോകും. അത് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ചിലപ്പം എൻ്റെ നെഗറ്റീവ് കർമ്മം എടുക്കാനും ഒരു ഘടകമായിട്ട് വരാം. കാരണം എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അപ്പം ഞാൻ അറിയാതെ അത് പ്രകൃതി എനിക്ക് തരുന്ന ഒരു ഹെൽപ്പാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡാണ്. നിങ്ങൾ ഈ ജന്മം ഇനി അത് കഴിഞ്ഞ ജന്മത്തിലെ അച്ഛനും അമ്മയും തന്നെ ഈ ജന്മം കിട്ടണമെന്നില്ല, കിട്ടിക്കൂടാഴുകയുമില്ല. ഇപ്പം നമ്മുടെ തന്നെ അഡ്വാൻസ് ക്ലാസ്സിനകത്ത് നമ്മൾ പാസ്റ്റ് ലൈഫ് എടുപ്പിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫിനകത്ത് ഒരുപാട് ആൾക്കാർ അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ നടന്നേക്കുന്ന കാര്യവും ഈ ജന്മത്തിൽ നടന്നേക്കുന്ന കാര്യങ്ങളും തമ്മിൽ അവർ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ജന്മം ഇത്രയും ഇഷ്യൂസ് അവർക്ക് ഉണ്ടായെന്നുള്ളത്. എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് അതൊരു മായാവലയമോ അല്ലെങ്കിൽ അതൊരു കെട്ടുകഥയൊന്നുമല്ല, അതാണ് റിയാലിറ്റി. പക്ഷെ ആ റിയാലിറ്റിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ നമ്മുടെ ബോധത്തിന് അതിനെ സെൻസ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി, ഞാൻ എപ്പോഴും പറയും, സ്പിരിച്വാലിറ്റിക്കകത്ത് എല്ലാം മനസ്സിലാക്കിയിട്ടൊരു യാത്രയില്ല. ഫസ്റ്റ് നിങ്ങൾ ആക്ഷൻ എടുക്കണം, നിങ്ങൾ ഇറങ്ങേണ്ട സ്റ്റെപ്പ് എടുക്കണം. നിങ്ങളുടെ ഇറങ്ങേണ്ട സ്റ്റെപ്പ് ഇറങ്ങി നിങ്ങൾ ആക്ഷൻ എടുത്തെങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ എൻഡ് റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് നമ്മൾ ഫിസിക്കൽ വേൾഡിൽ കാണുന്ന പോലെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഇറങ്ങാം, അതിനകത്തില്ല. നിങ്ങൾ ഫസ്റ്റ് ആക്ഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾ ഫസ്റ്റ് ആക്ഷൻ എടുത്തെങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അത്തരത്തിൽ. അപ്പോൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഹിസ്റ്ററി, ഇപ്പോൾ നിങ്ങളുടെ പലരും കല്യാണം കഴിക്കുന്നുണ്ട് അല്ലേ, വിവാഹം കഴിച്ചേക്കുന്നത് ജ്യോതിഷവും നാളും അതും ഒക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ. എന്നിട്ടും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. എല്ലാം നല്ല പൊരുത്തമാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഓരോ വ്യക്തിയുടെ ലൈഫിലുണ്ടാകുന്നത്.
കാരണം പാസ്റ്റ് ലൈഫ് കർമ്മ അനുഭവിക്കണ്ടേ. അപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മ അനുഭവിച്ച് ഈ ജന്മം ചെയ്യേണ്ടതാണോ? അല്ല. അതിനെ എന്ന് നിങ്ങൾക്കത് മനസ്സിലാവുന്നോ അന്ന് അതിനെ തിരുത്താനുള്ളതും ഈ പ്രകൃതി തന്നിട്ടുണ്ട്, അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും തന്നിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് അറിയില്ല. മീൻസ് അതിലേക്ക് നമ്മൾ ജീവിക്കുന്ന കേരളത്തിലായതുകൊണ്ടും കമ്പാരിറ്റീവ്ലി ക്രിട്ടിക്കൽ മെൻറ്റാലിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ടും ആൾക്കാർ ഈഗോയിസ്റ്റിക് മൈൻഡ് കൂടുതലായതുകൊണ്ടും പറയുന്നതിനെ നിഷ്കരണം തള്ളിക്കളയാനുള്ള ടെൻഡൻസിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പല സ്റ്റുഡൻസും പറയും, സാറേ 2 വർഷത്തിന് മുമ്പ് ക്ലാസ്സിൽ വന്ന വ്യക്തിയായിരിക്കും, പക്ഷേ അവർക്ക് ഇപ്പോഴാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവുന്ന തരത്തിലേക്കല്ല ഇറങ്ങുന്നത്. കാരണം ആദ്യം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ പതുക്കെ ഓരോന്നിനെയും ഈ യാത്ര ഇങ്ങനെ പോയി മനസ്സിലാക്കി വരുമ്പോഴാണ് സാറ് അന്നും അത്. അപ്പം എന്താ, നിങ്ങളുടെ ആത്മാവ് അന്നേ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചതാണ്, പക്ഷെ നിങ്ങൾക്കത് പ്രോസസ്സ് ചെയ്ത് വരാൻ 2 വർഷം എടുത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ പൂർവ്വജന്മമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇനി അതിനകത്ത് തന്നെ വേറൊരു വിഷയം, നിങ്ങളും ഈ ജന്മം നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തിയും കഴിഞ്ഞ ജന്മത്തിലെ ബോഡി, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് മാത്രമാണല്ലേ. അപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ ഇപ്പം ഞാൻ ഈ ഷർട്ട് ഊരിക്കളഞ്ഞു, വേറെ ഷർട്ട് എടുത്തിടുന്ന പോലെ തന്നെയാണ് സോള്. ഓരോ ജന്മവും ഓരോ ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്ന നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ തരം അത്രയേ ഉള്ളൂ വളർന്നിട്ടുള്ളൂ. സാധാരണ ആൾക്കാർക്ക് അത്രയേ വളർന്നിട്ടുള്ളൂ. അപ്പോൾ അതല്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. പൂർവ്വജന്മത്തിൻ്റെ കഥകളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒരാളോട് ഉണ്ടാകുന്ന ഏത് വികാരമാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നമ്മുടെ ഈ സൊസൈറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് നിങ്ങളുടെ ഇന്ന അവർ നിങ്ങളുടെ ഇതാണ്, നിങ്ങളുടെ അതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ പാടുള്ളൂ എന്നൊക്കെ ആയിരിക്കാം. പക്ഷെ അതും താണ്ടി നിങ്ങൾക്ക് ഒരു ഫീല് ആ വ്യക്തിയോട് തോന്നുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ ഉണ്ടാകുന്നല്ലേ. അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ഇപ്പം നിങ്ങൾക്ക് ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടായിട്ട് വേറെ ആൾക്കാരോട് പോകുന്നതല്ല, ഒരു പ്രശ്നവുമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി ലൈഫിൽ പോലും ചില അട്രാക്ഷൻസ് ഉണ്ടാകുന്നില്ലേ. അപ്പോൾ അതാ ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പോൾ ആ അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നതിൻ്റെ കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പൂർവ്വജന്മത്തിൽ നിങ്ങൾക്ക് എന്ത് അട്രാക്ഷനാണ് അവരോട് തോന്നുന്നത്, നിങ്ങൾ ആ ബന്ധത്തിലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരോട് ആ ഒരു അട്രാക്ഷൻ തോന്നിക്കുന്നത്. പറയാൻ മനസ്സിലായോ? അപ്പോൾ പൂർവ്വജന്മം എന്ന് പറയുന്നത് തന്നെയാണ്. നമുക്ക് എത്ര പൂർവ്വജന്മം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെ ചിലർ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എടുക്കുന്നവരുണ്ട്, അതിലും ഡെപ്ത് കൂടിയ കാര്യത്തിലേക്ക് പോകുന്നവരുണ്ട്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്ന ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അനുഭവിക്കുന്ന നമ്മളുടെ ഈ ഫിസിക്കൽ വേൾഡ് നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ അറിഞ്ഞതുമായിട്ടുള്ള എല്ലാത്തിൻ്റെ ആധാരം സഞ്ചിത കർമ്മം പൂർവ്വജന്മമാണ്. അപ്പോൾ സഞ്ചിത കർമ്മത്തിൻ്റെ എഫക്റ്റ് ഇല്ലാതെ ഇപ്പം ചില വീടുകളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ അസുഖം ഉണ്ടാകുന്നില്ലേ, അവർ പാൻപരാഗോ അതോ ഇതോ ഒന്ന് വലിച്ചിട്ടാണോ? അപ്പോൾ നമ്മൾ പറയും അവരുടെ എന്നാ പറയുന്നത് ജീനിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ പാരമ്പര്യമില്ലാതെ എത്രയോ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകുന്നു. പാരമ്പര്യ രോഗമില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോഴേ അസുഖം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ വീട്ടുകാർക്ക് പലതരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നു അല്ലേ. കുഞ്ഞ് ജനിക്കേണ്ട താമസമുള്ളൂ, ആ വീട്ടുകാർ രക്ഷപ്പെടും. ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പം ഈ കണക്ഷൻ സാധാരണ ആൾക്കാരുടെ ലോജിക്കിനും അപ്പുറത്താണ്. അതുപോലെ ഇറങ്ങുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്ത പോലുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പൂർവ്വജന്മമാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കതിനെ വേറെ ആംഗിളിൽ കാണാം. ഈ കർമ്മമൊക്കെ ഏകദേശം ഒന്ന് കണക്കിൽ ടാലിയാക്കി ഒരു 50% ടാലിയാക്കി ഇനിയിപ്പം 50% രക്ഷപ്പെടാൻ അവസരമുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റീസ് മുന്നിൽ വരുന്നത്. അവിടെ നിങ്ങളുടെ ഈഗോയിസ്റ്റിക് മൈൻഡ്, ക്രിട്ടിക്കൽ മൈൻഡ് കർമ്മ കയറി കളിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം മുന്നിൽ വന്നാലും നിങ്ങളത് തടഞ്ഞ് പിടിച്ചു നിർത്തുന്നത്.
മനസ്സിലായോ? അപ്പം പൂർവ്വജന്മമാണ് എന്തിൻ്റെയും അടിസ്ഥാനം. ഓക്കെ.